Hello, my dears. Good morning. Welcome back to our next history class. Last day, we discussed about from your 80th page. Today, we need to study from your 81st page. Last day, we studied about words tell us histories. Today, we are using not only we but also another European countries too or another foreign countries to use some words that derive from India, that derive from with the Indian trade. ഇന്ത്യയുമായിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്തിരുന്ന ആ നെയിംസ്, ആ കോട്ടൺ ഐറ്റംസ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റൈൽസ് ഐറ്റംസിൻ്റെ നെയിംസ് ഇപ്പോഴും യൂസിങ് ഇൻ യൂറോപ്യൻ ആൻഡ് അതർ foreign countries. That we saw one word muslin, second word calico. The last paragraph we discussed about the order that year was of 5,89,000 pieces of cloth. Browsing through the order book, you would have seen a list of 98 varieties of cotton and silk cloth. Next page ആ ഒരു ഓർഡറിനെ കുറിച്ചാണ് പറയുന്നത്. സിൽക്കിൻ്റെ കോട്ടൻ്റെ 98 വെറൈറ്റീസിലുള്ള 5,89,000 പീസസ് ഓഫ് ക്ലോത്തിൻ്റെ ഓർഡറാണ് ആ ബില്ലിൽ കാണുന്നത്. ഓക്കെ, ദീസ് വർ നോൺ ബൈ ദർ കോമൺ നെയിം ഇൻ ദ യൂറോപ്യൻ ട്രേഡ് ആസ് പീസ് ഗുഡ്സ്. കോമൺ നെയിമായിട്ട് പീസ് ഗുഡ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഓരോ ഐറ്റംസിനും ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. യൂഷ്വലി വൂവൻ ക്ലോത്ത് പീസ് ദാറ്റ് വർ 20 yard long and 1 yard wide. This is the bill of that 5,89,000 pieces of cloth. 98 varieties of cloth needed with this bill. Okay, then what about the next paragraph? Now look at the name of different varieties of cloth in the book. In the book, like your book, different varieties of cloths and names we can see. Amongst the pieces ordered in bulk were printed cotton clothes called chins, corsets or kasa and bandana. That means ഏറ്റവും കൂടുതൽ ബൾക്ക് എന്ന് പറയുക ഏറ്റവും കൂടുതലായിട്ട് ഓർഡർ ഉള്ള തുണിത്തരങ്ങൾ. എമംഗ് ദ പീസസ് അല്ലെ, ഈ പീസസിൽ ഏറ്റവും ഓർഡേർഡ് ഇൻ ബൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ളത് പ്രിന്റഡ് കോട്ടൺ ക്ലോത്ത്സ് കോൾഡ് ചിൻസ്. കോട്ടൺ ക്ലോത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ആണ്, അതിൻ്റെ നെയിമാണ് ചിൻസ്. ദെൻ കൊസസ് ഓർ കസ, രണ്ട് നെയിംസിലുള്ള ഒരു തുണിത്തരമാണ്. ദെൻ ആൻഡ് ബന്ധന, ഈ 3 ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഡു യു നോ വേർ ദ ഇംഗ്ലീഷ് ടേം ചിൻസ് കം ഫ്രം? ഇംഗ്ലീഷ് ടേം ആയിട്ടുള്ള ചിൻസ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഹിന്ദി വേർഡ് ചിൻഡ്, എ ക്ലോത്ത് വിത്ത് സ്മോൾ ആൻഡ് കളർഫുൾ ഫ്ലവറിംഗ് ഡിസൈൻസ്. ആക്ച്വലി ചിൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഹിന്ദി വേർഡ് ദാറ്റ് ഈസ് ചിൻഡ്. ഹിന്ദിയിൽ ചിൻഡ് എന്ന് പറഞ്ഞാൽ എ ക്ലോത്ത് ആണ് വിത്ത് സ്മോൾ ആൻഡ് കളർഫുൾ ഫ്ലവറിങ് ഡിസൈൻ. ചെറിയ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ള ടെക്സ്റ്റൈൽ ഐറ്റംസിനെ ആണ് ഹിന്ദിയിൽ ചിൻഡ് എന്നറിയപ്പെടുന്നത്. അതിൽ നിന്ന് ഇംഗ്ലീഷേഴ്സ് യൂസ് ചെയ്തതാണ് ചിൻസ് എന്നായിട്ട് മാറിയത്. ഓക്കെ, ഫ്രം ദ 1680s there started a craze for printed Indian cotton textiles in England and Europe, mainly for their exquisite floral designs, fine texture and relative cheapness. ഇന്ത്യയുടെ 1680s സ്റ്റാർട്ടഡ് എ ക്രേസ്. എല്ലാ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മെയിൻ കൺട്രീസിനെല്ലാം ഏറ്റവും ക്രേസ് ആയിരുന്നു, ഏറ്റവും ഇഷ്ടമായിരുന്നു ഇന്ത്യയുടെ ഈ തുണിത്തരം. എങ്ങനെയുള്ളത്? പ്രിൻറ്റഡ് ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ്, പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ് നല്ല ഇഷ്ടമായിരുന്നു ഇംഗ്ലണ്ട് ആൻഡ് യൂറോപ്പ്. മെയിൻലി ഫോർ ദർ, എന്തുകൊണ്ടാണത് ഇഷ്ടപ്പെടാൻ കാരണം? എക്സ്ക്യൂസിഡ് ഫ്ലോറൽ ഡിസൈൻ, നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ, ഫ്ലവറിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ളത്. ഫൈൻ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു എന്താണ് ടെക്സ്ചർ ഉള്ളത്. ആൻഡ് റിലേറ്റീവ് ചീപ്നെസ്, അത്ര കണ്ട് വിലയില്ലാത്തതുമായിരുന്നു ഇന്ത്യൻ ഐറ്റംസ്. So, rich people of England, including the queen herself, wore clothes of Indian fabric. അല്ലേ, ഇംഗ്ലണ്ടിലുള്ള ക്യൂൻ വരെ യൂസ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഫാബ്രിക് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോട്ടൺ ഐറ്റംസ് ആയിരുന്നു. ഓക്കെ, സോ സിമിലർലി ദ വേർഡ് ബന്ധന അല്ലേ. നൗ വി
സോ അബൌട്ട് ദ ചിൻസ് എന്ന് പറഞ്ഞ തുണിത്തരമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും മിക്ക കൺട്രീസിലെയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് മെയിനായിട്ടും ഇത് യൂസ് ചെയ്തിരുന്നത്. സിമിലർലി ദ വേർഡ് ബന്ധന നൗ റെഫേഴ്സ് ടു എനി ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് പ്രിന്റഡ് സ്കാർഫ് ഫോർ ദ നെക്ക് ഓർ ഹെഡ്. അല്ലെ, ബന്ധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് അറിയപ്പെടുന്നത് റെഫേഴ്സ് ടു എനി ബ്രൈറ്റ്ലി കളേർഡ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള സ്കാർഫ്, ഒന്നുകിൽ ഷോള് ഫോർ ദ നെക്ക് അല്ലെങ്കിൽ കഴുത്തിലിടാൻ, ഓർ ഹെഡ് അല്ലെങ്കിൽ തലയിൽ ചുറ്റാനുള്ള ബ്രൈറ്റ് കളറോട് കൂടിയിട്ടുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള സ്കാർഫിനെയാണ് ഇപ്പോൾ നമ്മൾ ബന്ധന എന്നറിയപ്പെടുന്നത്. ഒറിജിനലി ദ ടേം ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ബന്ധന Hindi or for tying and referred to a variety of brightly colored cloth produced through a method of tying and dyeing. Actually, this bandhana word derived from a Hindi word bandhana. Bandhana means ഹിന്ദിയിൽ ഫോർ ടൈങ്, ഹിന്ദിയിൽ കെട്ടുക എന്നുള്ളതിനാണ് ബന്ധന എന്നറിയപ്പെടുന്നത്. ആ ബന്ധന എന്നുള്ള വേർഡിൽ നിന്നാണ് ബന്ധന എന്നുള്ള വിച്ച് ടെക്സ്റ്റൈൽ ഐറ്റം ഉണ്ടായിട്ടുള്ളത്. ആൻഡ് റെഫേർഡ് ടു എ വെറൈറ്റി ഓഫ് ബ്രൈറ്റ്ലി കളേർഡ് ക്ലോത്ത്, ബ്രൈറ്റ് കളറുള്ള ഡിഫറെൻറ്റ് ക്ലോത്ത്സിനെയാണ് ബന്ധന എന്ന് ഫസ്റ്റ് അറിയപ്പെട്ടിരുന്നത് ഹിന്ദിയിൽ. ത്രൂ എ മെത്തേഡ് ഓഫ് ടൈങ് ആൻഡ് ടൈങ്, ദാറ്റ് മീൻസ് ആ തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ടൈ ചെയ്തിട്ട് ഓരോ അതിലുള്ള ആ കളറ് അല്ലെങ്കിൽ അതിലുള്ള ഡിസൈൻസ് എല്ലാം ചെയ്തിട്ടുള്ളത് ടൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡോട് കൂടിയിട്ടാണ് ആ ടൈങ്. അല്ലെ, ആദ്യം ടൈ ചെയ്തിട്ട് തുന്നി ചേർത്തു, എന്നിട്ട് പിന്നെ അത് കളർ മുക്കി ടൈ ചെയ്തു. അപ്പോൾ ടൈയും വെച്ച് ചെയ്യുന്ന ആ തുണിത്തരങ്ങളെല്ലാം ആ ടൈമിൽ ബന്ധന എന്ന് ഹിന്ദിയിൽ പറയുന്നതിനോ ആ പേരാണ് യൂറോപ്യൻസ് ബന്ധന എന്നുള്ള ആ ടെക്സ്റ്റൈൽ ഐറ്റം ആയിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ബന്ധന. The next, there were other clothes in the order book that were noted by their place of origin. അല്ലേ, ഇപ്പം നമ്മൾ കണ്ടത് ചിൻസ് ബന്ധന. അല്ലെ, ചിൻസ് എന്നുള്ള വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദ ഹിന്ദി വേർഡ് ചിൻറ്റ്. അല്ലെ, ചിൻറ്റ് എന്ന് പറഞ്ഞാൽ കളർഫുൾ ഫ്ലവറിങ് ഡിസൈൻസോട് കൂടിയിട്ടുള്ള ഐറ്റംസിനെയാണ് ഹിന്ദിയിൽ ചിൻസ് എന്നറിയപ്പെടുന്നത്. അത് യൂറോപ്യൻസ് ചിൻസ് എന്നാക്കി മാറ്റി. അല്ലെ, ദെൻ ബന്ധന ഡിറൈവ്ഡ് ഫ്രം എ ഹിന്ദി വേർഡ് ദാറ്റ് ബന്ധന ബിക്കോസ് for Hindi that bandhana means tying, because this brightly colored scarf used method of tying and tying. Okay, next paragraph. There were other clothes in the order book that were noted by their place of origin. എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടും ഓർഡർ ബുക്കിൽ ചില നെയിംസ് ഉണ്ട്. കാസിം ബസാർ, പാട്ന, കൽക്കട്ട, ഒറീസ, Charpur. The widespread use of such words shows how popular Indian textiles had become in different parts of the world. ഇന്ത്യയിൽ നിന്നല്ല, ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള ഓർഡർ ബുക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡർ ബുക്കിൽ കാണുന്ന ഓരോ ക്ലോത്ത് ഐറ്റംസിൻ്റെയും നെയിമാണ്. ആ നെയിംസിലുള്ളത് ഇന്ത്യയിലുള്ള പല സിറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പല ടൗൺസിൻ്റെ പേരോട് കൂടിയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ക്ലോത്ത്, ഈ ടൗണിൽ ഉണ്ടാക്കുന്ന ഈ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഈ ടൗണിൽ കൊണ്ടുവന്ന നിന്ന് കിട്ടുന്ന ഐറ്റംസിന് അവർ ആ ടൗണിൻ്റെ പേരിട്ടു. അപ്പോൾ അത് എത്രത്തോളം ഫേമസ് ആണെന്നുള്ളതാണ് വി ക്യാൻ സീ ഫ്രം ഹിയർ. ഓക്കെ, വിച്ച് ആർ ദ അതർ നെയിംസ് വിത്ത് ഒറിജിൻ ദെയർ പ്ലേസ് നെയിംസ്? കാസിം ബസാർ, പാട്ന, കൽക്കട്ട, ഒറീസ, ചാർപൂർ. ഓക്കെ, ദ നെക്സ്റ്റ് പേജ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ്സ്. By the early 18th century, worried by the popularity of Indian textiles, wool and silk makers in England began protesting against the import of Indian cotton textiles. In 1720, the British government enacted a legislation banning the use of printed cotton textiles, chins, in England. Interestingly, this act was known as Calico Act. What is saying in that paragraph? By the early 18th century, worried by the popularity of Indian textiles, യൂറോപ്യനിലെ മെയിൻ കൺട്രീസ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഇന്ത്യൻ ക്ലോത്ത്സ് മതി. പോപ്പുലാരിറ്റി ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് ആരെ വറി ചെയ്തു? വൂൾ ആൻഡ് സിൽക്ക് മേക്കേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുണ്ട് വൂളും സിൽക്കും മേക്ക് ചെയ്യുന്ന ആളുകൾ, അവരെ വറീഡാക്കി പോപ്പുലാരിറ്റി ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ബിഗാൻ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഇമ്പോർട്ട് ഓഫ് ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ്. അവരെന്ത് ചെയ്തു? അവരുടെ ഗവൺമെൻറ്റിനെ കമ്പൽ ചെയ്തു, വിച്ച്
protesting against the import of Indian cotton textiles. Indian cotton textiles യൂറോപ്പിലോട്ട് അല്ലെങ്കിൽ അവരുടെ കൺട്രീസിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എതിരായിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ. In 1720, the British government enacted a legislation banning the use of printed cotton textiles, chins in England. അല്ലേ, അങ്ങനെ ഈ സിൽക്ക് മേക്കേഴ്സ് അല്ലെങ്കിൽ വൂൾ ആൻഡ് സിൽക്ക് മേക്കേഴ്സിൻ്റെ നിർബന്ധപ്രകാരം ഇംഗ്ലീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു, 1720 ഒരു നിയമം കൊണ്ടുവന്നു. ഇനാക്റ്റഡ് എ ലെജിസ്ലേഷൻ മീൻസ് മേക്ക് എ ലോ. എന്താണ് ആ ലോ പറയുന്നത്? ബാനിങ് ദി യൂസ് ഓഫ് പ്രിന്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ് ഇൻ ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ചിൻസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ തടഞ്ഞു വെച്ചു. ആ ഒരു നിയമമാണ്. ദിസ് ആക്ട് വാസ് നോൺ ആസ് കാലിക്കോ ആക്ട്. കാരണം കൽക്കട്ടയിൽ നിന്നാണ് ഈ ചിൻസ് മെയിനായിട്ടും ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാരണത്താലാണ് കൽക്കട്ടയിൽ നിന്ന് വരുന്ന ചിൻസ് എന്ന് പറയുന്ന തുണി ഇംഗ്ലണ്ടിൽ ഇറക്കുന്നത് ബാൻ ചെയ്തിട്ടുള്ള നിയമമായതുകൊണ്ട് ദിസ് ഇസ് നോൺ ആസ് കാലിക്കോ ആക്ട്. ഓക്കെ. Okay, the next paragraph. At this time, textile industries had just begun to develop in England. Unable to compete with the Indian textiles, English producers wanted to secure a market within the country by preventing the entry of Indian textiles. The first to grow under government protection was the calico printing industry. Indian designs were now imitated and printed in England on white muslin or plain unbleached Indian cloth. What is saying in that paragraph? At this time, Calico Act konduvannu in England to ban the Indian items, Indian chins cloth items. At this time, textile industries had just begun develop in England. England textile items, textile industry began to develop. Unable to compete with Indian textiles. Indian textiles ആണ് എല്ലാവർക്കും വേണ്ടത്. അതുമായിട്ട് മത്സരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അപ്പോഴും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് മതി അല്ലേ. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സിൽക്ക് ആൻഡ് വൂൾ പ്രൊഡ്യൂസേഴ്സ് നീഡ് എ ആക്ട് ഫോർ ബാൻ ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് അല്ലേ. സോ unable to compete with the Indian textiles, English producers wanted to secure market within the country. അല്ലേ, ഇംഗ്ലണ്ടിൽ തന്നെ അവരുടെ ഐറ്റംസ് ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ആവശ്യമായിട്ട് വന്നു അല്ലേ. സോ ദ കൺട്രി ബൈ പ്രിവെൻറ്റിംഗ് ദ എൻട്രി ഇൻ ടു ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. അതുകൊണ്ടാണ് ദേ നീഡഡ് ടു prevent the entry with the Indian textiles. So the first to grow under government protection was a calico printing industry. Calico printing industry ആണ്. Calico printing industry it means ചിൻസ് പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിലാണ് ഫസ്റ്റ് ഗവൺമെന്റിന് പ്രൊട്ടക്ഷൻ കിട്ടിയത്. അങ്ങനെയാണ് കലിക്കോ ആക്ട് കൊണ്ടുവന്നത്. ഇന്ത്യൻ ഡിസൈൻസ് വർ നൗ ഇമിറ്റേറ്റഡ് അല്ലേ. അപ്പോൾ കലിക്കോ ആക്ടിലൂടെ ചിൻസ് തുണിത്തരങ്ങൾ ഇറക്കുന്നില്ല. അപ്പോൾ ചിൻസിന് പോലെയുള്ള ഐറ്റംസ് ദേ ബിഗാൻ ടു പ്രൊഡ്യൂസ് അല്ലേ. സോ ഇന്ത്യൻ ഡിസൈൻസ് വർ നൗ ഇമിറ്റേറ്റഡ്. ഇന്ത്യൻ്റെ ഡിസൈൻ ഐറ്റംസിൻ്റെ ഡിസൈൻ പോലെയുള്ളത് ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് പ്രിന്റഡ് ഇൻ ഇംഗ്ലണ്ട് ഓൺ വൈറ്റ് മസ്ലിൻ ഓർ പ്ലെയിൻ അൺബ്ലീച്ച്ഡ് ഇന്ത്യൻ ക്ലോത്ത്. ഇന്ത്യയിൽ നിന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഇന്ത്യൻ ക്ലോത്ത് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോയി. ആ ഇംഗ്ലണ്ടിലെ ഇന്ത്യയുടെ പ്ലെയിൻ ക്ലോത്തിൽ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, പ്രിന്റ് ചെയ്യാൻ തുടങ്ങി ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ. Indian designs were now imitated and printed in England on white muslin or plain unbleached Indian cloth. Okay, next paragraph. Competition with the Indian textiles also led to a search for technological innovation in England. In 1764, the spinning jenny was invented by John Carr, with the increase in the productivity of the traditional spindles. The invention of the steam engine by Richard Arkwright in 1768 revolutionized cotton textile weaving. Cloth could now be woven in immense quantities and cheaply too. What is saying in that paragraph? Competition with the Indian textiles also led to a search for technological innovation in England. ഇംഗ്ലണ്ടിലെ സിൽക്ക് ആൻഡ് വൂൾ മേക്കേഴ്സ് അല്ലെ, അവർ പ്രിന്റ് ചെയ്യാനാണ് ആദ്യം തുടങ്ങിയത് ഇന്ത്യയുടെ പ്ലെയിൻ തുണിത്തരങ്ങളിൽ അല്ലേ. എന്നാൽ വീണ്ടും ഇന്ത്യയുടെ ആ തുണിത്തരങ്ങൾ വേണമെന്നുള്ള ആവശ്യം വന്നപ്പോൾ അല്ലേ, വീണ്ടും ഇന്ത്യയുമായിട്ട് കോമ്പറ്റീഷനായി, ഇന്ത്യൻ തുണിത്തരങ്ങളുമായിട്ട് കോമ്പറ്റീഷനായി. ഇപ്പോൾ കോമ്പറ്റീഷൻ വിത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഓൾസോ ലെഡ് ടു എ സെർച്ച് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇംഗ്ലണ്ട്. ഇന്ത്യയുമായിട്ട് കോമ്പറ്റീഷൻ നടത്താനും ടെക്നോളജിക്കൽ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, അതായത് ഓരോ മെഷീൻസ് ഫൈൻഡ് ചെയ്തു in England. In 1764, the spinning jenny
was invented by John Kay with the increased the productivity of the traditional spindles. Spindles എന്ന് പറഞ്ഞാൽ അല്ലേ നൂല് എന്താ ഉണ്ടാക്കുന്ന ഐറ്റമാണ് അല്ലേ. വാട്ട് ഈസ് സ്പിന്നിങ് ജെനി ഹിയർ? എ മെഷീൻ by which a single worker could operate several spindles onto which thread was spun. When the wheel was turned, all the spindles rotated. അല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്പിൻഡിൽ എന്ന് പറയുന്ന ഒരു സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ നൂല് അല്ലേ ബണ്ടിലാക്കി മാറ്റുന്ന മെഷീനാണ് സ്പിന്നിങ് ജെനി. അപ്പോൾ ഒരാൾക്ക് ഒരു സ്പിൻഡിൽസ് ആണ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്. എന്നാൽ സ്പിന്നിങ് ജെന്നി ഫൈൻഡ് ചെയ്തപ്പോൾ സ്പിന്നിങ് ജെന്നി എന്ന് പറഞ്ഞാൽ ഒറ്റ എന്താണ് വീല് റൗണ്ട് ചെയ്താൽ തിരിച്ചു കൊടുത്താൽ ഒരൊറ്റ വീല് തിരിച്ചു കൊടുത്താൽ ഒരുപാട് സ്പിൻഡിൽസ് ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് സ്പിന്നിങ് ജെന്നി. ദാറ്റ് ഇൻവെന്റഡ് ഇൻ 1764 ബൈ ജോൺ കായ് അല്ലേ, ഒരു ഇംഗ്ലീഷുകാരനാണ്. എന്താണ് അപ്പോൾ സ്പിന്നിങ് ജെന്നി? മെഷീനാണ് by which a single worker could operate several spindles. ഒരുപാട് സ്പിൻഡിൽസിന് ഒരേ സമയം ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺ ടു വിച്ച് ത്രെഡ് വാസ് സ്പൺ, അതിലാണ് ആ നൂൽക്കുന്നത് അല്ലേ. വെൻ ദ വീൽ വാസ് ടേൺ ഓൾ ദ സ്പിൻഡിൽസ് റൊട്ടേറ്റ്, ആ ഒരു വീലിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്പിൻഡിൽസും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലെല്ലാം എന്ത് ചെയ്യും? നൂലിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, so in 1764 the spinning jenny was invented by John Kay with increased the productivity of the traditional spindles. The invention of the steam engine by Richard Arkwright അല്ലേ. എന്താണ് റിച്ചാർഡ് ഓക്ട്രൈറ്റ് എന്ന് പറയുന്ന ആൾ മറ്റൊരു സംഭവം കൂടി കൊണ്ടുവന്നു, സ്റ്റീം എൻജിൻ. ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എൻജിൻ എന്ന് പറയുന്ന സംഭവം റിച്ചാർഡ് ഓക്ട്രൈറ്റ് ഫൈൻഡ് ചെയ്തു. ഇൻ 1784 റെവല്യൂഷനൈസ്ഡ് കോട്ടൺ ടെക്സ്റ്റൈൽ വീവിങ് അല്ലേ. അതായത് ഈ നൂലുകൊണ്ട് തുണിത്തരങ്ങൾ ഉണ്ടാക്കാനാണ് സ്റ്റീം എൻജിൻ യൂസ് ചെയ്തത്. അപ്പോൾ നൂലുണ്ടാക്കാൻ ഒരാൾക്ക് ഒരുപാട് സ്പിന്നിങ് ജെന്നി വെച്ച് വർക്ക് ചെയ്യിക്കാനും അതുപോലെ സ്റ്റീം എൻജിൻ കൊണ്ട് ആ നൂല് വെച്ച് തുണിത്തരങ്ങൾ ഉണ്ടാക്കാനും ഇംഗ്ലണ്ടിൽ മെഷീൻ വെച്ചിട്ട് സാധ്യമായി. അപ്പോൾ റിച്ചാർഡ് ഓക്ട്രൈറ്റ് സ്റ്റീം എൻജിനും അതുപോലെ ജോൺ കായ സ്പിന്നിങ് ജെന്നിയും ഫൈൻഡ് ചെയ്തതോട് കൂടിയിട്ട് ടെക്സ്റ്റൈൽസിൽ ഒരുപാട് ഐറ്റംസ് ഒരേ സമയം അല്ലേ, ബൾക്ക് ഇമ്മൻസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം ഉള്ള എണ്ണം ഒരേ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, റെവല്യൂഷനൈസ്ഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റം കോട്ടൺ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷനിൽ ക്രിയേറ്റ് ചെയ്തു. ക്ലോത്ത് കുഡ് നൗ ബി വൂവൻ ഇൻ ഇമ്മൻസ് ക്വാണ്ടിറ്റീസ് ആൻഡ് ചീപ്ലി ടു അല്ലേ. ഇപ്പോൾ ഒരുപാട് അളവിൽ കോട്ടൺ ടെക്സ്റ്റൈൽസ് കോട്ടൺ ഐറ്റംസ് ഉണ്ടാക്കാനും ചീപ്പായിട്ട് അത് കൊടുക്കാനും, കാരണം ആളുകളുടെ ഓപ്പറേഷൻ കുറവാണ്, മെഷീൻസാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്കുള്ള വേജസ് കൊടുക്കണ്ട. അപ്പോൾ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഐറ്റം ഒരേ സമയം പ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് നല്ല വില കുറഞ്ഞും വിൽക്കാൻ ഇവർക്ക് പറ്റി. ഓക്കെ, ദാറ്റ് ഈസ് സെയിങ് ചീപ്ലി ടു. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. However, Indian textiles continued to dominate world trade till the end of the 18th century. എന്നാൽ 18th century വരെ ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ് തന്നെ വേൾഡിൽ മുമ്പിൽ നിന്നു. യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് വിച്ച് ആർ ദ ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് മെയ്ഡ് എനോർമസ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദിസ് ഫ്ലോറിഷിംഗ് ട്രേഡ്. ഇന്ത്യയുടെ ഈ തുണിത്തരങ്ങൾ വെച്ചിട്ടുള്ള ട്രേഡ് വെച്ച് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു യൂറോപ്യൻ കമ്പനീസ് ആയിട്ടുള്ള ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. These companies purchased cotton and silk textiles in India by importing silver. അല്ലേ, ഈ ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് കമ്പനീസ് എന്ത് ചെയ്തു? ഇന്ത്യയിലോട്ട് സിൽവർ ഇമ്പോർട്ട് ചെയ്തു. ആ സിൽവർ ഇവിടെ വിറ്റിട്ട് അതിന് പകരമായിട്ട് ഇവർ കോട്ടൺ ഐറ്റംസ് യൂറോപ്യൻ കൺട്രീസിൽ കൊണ്ടുപോയി അവിടെ നല്ല വിലക്ക് വിറ്റ് നല്ല പ്രോഫിറ്റ് ദേ ഗോട്ട്. ഓക്കെ, സോ ദീസ് കമ്പനീസ് പർച്ചേസ്ഡ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ് ഇൻ ഇന്ത്യ by importing silver. But as you know, textiles in India by importing silver. But as you know, chapter 2, when the English East India Company gained popular power in Bengal. ബംഗാളിൽ പവർ കിട്ടി അല്ലേ, ദിവാനി പവർ കിട്ടി ആർക്ക്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ദാറ്റ് വി സ്റ്റഡീഡ് ഫ്രം സെക്കൻഡ് ചാപ്റ്റർ അല്ലേ. സോ ഇറ്റ് നോ ലോങ്ങർ ഹാവ് ടു ഇമ്പോർട്ട് precious metal to buy Indian coat. Instead, they collected revenues from peasants and zamindars in India and used this revenue to buy Indian textiles. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാപ്റ്റർ 2 വി സ്റ്റഡീഡ് അബൌട്ട് ദ ബംഗാളിൽ ദിവാനി പവർ കിട്ടി. ദിവാനി പവർ എന്ന് പറഞ്ഞാൽ ബംഗാളിലുള്ള പെസൻസിന് എടുക്കുന്ന റവന്യൂ കളക്ട് ചെയ്യാനുള്ള പവറാണ് ദിവാനി പവർ.
ദേ ഗോട്ട് ദിവാനി പവർ അല്ലേ, ബംഗാളിലുള്ള ദിവാൻമാരെ പരാജയപ്പെടുത്തിയപ്പോൾ ദിവാനി പവർ ഇവർക്ക് കിട്ടി. അപ്പോൾ അതുവരെ അവർ സിൽവറും ഗോൾഡ് അങ്ങനെയുള്ള പ്രീഷ്യസ് മെറ്റൽസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് വിറ്റിട്ട് അതിന് പകരമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള കോട്ടൺ ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്തിരുന്നത് ടു യൂറോപ്പ്. സോ now when the English East India Company gained political power in Bengal, it no longer had to import precious metals by Indian goods. Indian goods വാങ്ങാൻ precious metals പിന്നീട് അവർക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരേണ്ടി വന്നില്ല. Instead അതിന് പകരം they collected revenues from peasants and zamindars in India. ഇന്ത്യയിലെ zamindars peasants അടുത്ത് റവന്യൂ കളക്ട് ചെയ്തു. That revenue they used this revenue to buy Indian textiles. Indian textiles വാങ്ങാൻ വേണ്ടിയിട്ട് അവർ അത് യൂസ് ചെയ്തു. ഓക്കെ, the next, who were the weavers? From next page 85. Weavers often belonged to communities that specialized in weaving. വീവിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് മെയിനായിട്ടും വീവേഴ്സ് വന്നിരുന്നത്. കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വീവേഴ്സ് വന്നിരുന്നത്. Their skill were passed on from one generation to another. അല്ലേ, ഒരു ഫാമിലിയിൽ ഒരു വീവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയിലുള്ള മക്കളെല്ലാം വീവേഴ്സ് ആയിട്ട് വളരും. ദ ടാൻഡി വീവേഴ്സ് ഓഫ് ബംഗാൾ, ദ ജുലാഹാസ് ഓർ മോമിൻ വീവേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യ, സെയിൽ ആൻഡ് കൈക്കൊള്ളാർ ആൻഡ് ദേവങ്സ് ഓഫ് സൗത്ത് ഇന്ത്യ ആർ സം ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഫേമസ് ഫോർ വീവിംഗ്. ഇന്ത്യയിലുള്ള വീവിങ്ങിൽ ഫേമസ് ആയിട്ടുള്ള സം കമ്മ്യൂണിറ്റീസിൻ്റെ നെയിം ഹിയർ. വൺ ടാൻഡി, then Julahas from North India, then Sale and Kaikkollar and Devangs from South India are some of the communities famous for weaving. The next paragraph, the first stage of production was spinning. അല്ലേ, നൂലുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ. എ വർക്ക് ഡൺ മോസ്റ്റ്ലി ബൈ വുമൺ. ഇന്ത്യയിലുള്ള ലേഡീസാണ് മെയിനായിട്ടും നൂലുണ്ടാക്കിയിരുന്നത്. ദ ചർക്ക ആൻഡ് ദ ടാക്ലി വർ ഹൗസ് ഹോൾഡ് സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. വീട്ടിൽ വെച്ചിട്ട് സ്പിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്ലി, ചർക്ക. ദ ത്രെഡ് വാസ് സ്പൺ ഓൺ ദ ചർക്ക ആൻഡ് റോൾഡ് ഓൺ ദ ടാക്ലി. ഇല്ലേ, ത്രെഡ് ഉണ്ടാക്കുന്നത് ചർക്കയിലും ടാക്ലി വെച്ചിട്ട് അത് ചുറ്റുമാണ് ചെയ്തിരുന്നത്. When the spinning was over, the thread was woven into cloth by the weaver. അല്ലേ, ആ സ്പിന്നിങ് അല്ലെ, ആ നൂലുണ്ടാക്കുന്ന ആ ഒരു അല്ലേ സ്പിന്നിങ് കഴിഞ്ഞാൽ ക്ലോത്ത് ഉണ്ടാക്കുന്നത് ആരാണ്? വീവറാണ്. ഓക്കെ, when the spinning was over, thread was woven into cloth by weaver. In most communities, weaving was a task done by men. വീവിംഗ് എന്നുള്ള ജോലി ചെയ്തിരുന്നത് മെന്നായിരുന്നു. For colored textiles, the thread was dyed by the dyer known as rangrus. അല്ലേ, കളർ ടെക്സ്റ്റൈൽസ് ഉള്ള അല്ലെങ്കിൽ കളർ തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് വാസ് ഡൈഡ് ബൈ ദ ഡയർ. ഉണ്ടാക്കിയിട്ടുള്ള നൂല എന്ത് ചെയ്യും? കളറിൽ മുക്കും. ആരാണ് അത് ചെയ്യുക? ഡയറാണ് അത് ചെയ്യുക. അല്ലേ, കളർ മുക്കാൻ വേണ്ടിയിട്ട് ഒരാളാരായിരുന്നു, അതാണ് ഡയർ. ആ ഡയറിനെ എന്നറിയപ്പെട്ടതാണ് rangrus. ഓക്കെ, ഫോർ പ്രിന്റഡ് ക്ലോത്ത് weavers needed the help of specialized block printers known as chipikas. അല്ലേ, വെറുതെ ഇങ്ങനെ ഒരേ കളറിലുള്ള തുണി ഉണ്ടാക്കിയാലും പോലെ അത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ എന്ത് ചെയ്തു? ഫോർ പ്രിന്റ് ക്ലോത്ത് ദ വീവേഴ്സ് നീഡ്. വീവേഴ്സിന് ആരാവശ്യമുണ്ട് ആ സമയത്ത്? സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക് പ്രിന്റ്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഓരോ ഏരിയാസ് മാത്രം പ്രിന്റ് ചെയ്യുന്ന ആളുകളെ വേണം. അവരെയാണ് ചിപ്പികാസ് എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഹാൻഡ്ലൂം വീവിംഗ് ആൻഡ് occupation associated with it provided livelihood for millions of Indians. അല്ലേ, ഹാൻഡ്ലൂം വീവിങ് അല്ലെ, ഹാൻഡ്ലൂം വീവിങ് എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള തുണിത്തരമാണ്. ആ ഹാൻഡ്ലൂം വീവിങ്ങും അത്തരത്തിലുള്ള ഒക്യുപ്പേഷൻസും എല്ലാം അല്ലെ ഇന്ത്യയിലുള്ള ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് അല്ലെ മില്യൺസ് ഓഫ് ഇന്ത്യൻസ്, ലക്ഷക്കണക്കിന് ഇന്ത്യൻസിൻ്റെ ലൈവ്ലിഹുഡ് ആയിരുന്നു ഈ ഒരു തുണിത്തരങ്ങൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത്. Okay, these are about who are the weavers. The next, we need to study the decline of Indian textiles, that we can study in the next class. So what we studied today, you should read minimum 5 times. If you have any doubt, you can ask to me. Okay, thank you.